ശർക്കരയുടെ നാട്ടിൽ പോയി വന്നാലോ? ഇപ്രാവശ്യം നമുക്ക് ബസ്സിൽ പോവാം. അത് രാവിലെ ആലുവ KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മൾ എത്തുക. അതാണ് ഫസ്റ്റ് ടാസ്ക്. പിന്നെ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടണം. ഓക്കെ, ഇനി കുറച്ച് സൈറ്റ് സീൻ ആവാം. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയതും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഈ അലിബാബയിലെ ലെമൺ റൈസ് അതൊരു മസ്റ്റ് ട്രൈ ആണ്, മിസ്സാക്കരുത്. കൂടെ ഞങ്ങളൊരു ഷെസ്വാൻ നൂഡിൽസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെമൺ റൈസ് ആയിരുന്നു പൊളി. ഇങ്ങോട്ട് വന്നത് ബസ്സിലായത് കൊണ്ട് തന്നെ നമ്മൾ സ്കൂട്ടിയൊക്കെ മുൻകൂട്ടി അറേഞ്ച് ചെയ്യണം. ചെറിയൊരു മഴയുള്ളത് കാരണം റെയിൻകോട്ട് മസ്റ്റാണ്. ലഗേജ് ഏറ്റുള്ള പോക്ക് വലിയ സുഖമില്ലായിരുന്നെങ്കിലും മഴ കൊണ്ടുള്ള പോക്ക് കൊള്ളായിരുന്നു. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഈ ടീ എസ്റ്റേറ്റിൽ കൂടെ ഇങ്ങനെ ബൈക്ക് കൊണ്ട് പോകുന്നത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസാണ്. പോകുന്ന വഴിയെല്ലാം ഒരു ബ്ലൂ കളർ വേം ഞങ്ങൾ കാണാനുണ്ടായി. പിന്നീട് അത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അത് ബ്ലൂ കളർ വേമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി നല്ലൊരു ചൂടുള്ളൊരു ഓംപ്ലേറ്റ് ആയാലോ? പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കരിമ്പൻ തോട്ടത്തിലെത്തി. ശർക്കര മാത്രം കഴിച്ചാൽ പോരല്ലോ, ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് നമ്മളൊക്കെ അറിയണ്ടേ. വീഡിയോ എടുക്കണ്ടേ ചേട്ടാ? ശർക്കര നമ്മൾ പാക്കറ്റിലാക്കിയിട്ടേ കണ്ടിട്ടുള്ളൂ. ഒത്തിരി എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ അമ്മമാർ ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് ഈ ഷുഗർ കെയിനൊക്കെ കട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? കരിമ്പെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു കൂട്ടം തലതെറിച്ചവന്മാർ ഇവിടെ കുത്തി മറിയണ കണ്ട്. പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ അങ്ങോട്ട് കൂടി കുറച്ച് നേരം. ആൻഡ് ദാറ്റ് വാസ് ഫൺ ടു വാച്ച്. കരിമ്പ് വെട്ടണൊക്കെ കുറെ നേരം നോക്കി നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും അവർ ഞങ്ങൾക്ക് 2 പീസ് കരിമ്പ് ഞങ്ങൾക്ക് തന്നു. അതും കൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് സ്കൂട്ടായി. ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ കാന്തല്ലൂരായിരുന്നു. കരിമ്പിൻ തോട്ടത്തിൽ ഒരുപാട് ചാടി കളിക്കൽ കാരണം എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ക്രോക്സ് ഒക്കെ പുതിയത് വാങ്ങിച്ച് ഞങ്ങൾ പോയി. ആനക്കോട്ടപ്പാറയായിരുന്നു പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. പോകുന്ന വഴിയെല്ലാം നല്ല നൈസ് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ഒഴിഞ്ഞൊരു സ്പേസ് ആണിത്. അവിടെ അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഇവിടെ കുറേ മുനിയറകൾ ഉണ്ടായിരുന്നു. ഒരു കൂറ്റൻ 3 കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു കല്ല് വെച്ച് ഉള്ള ഒരു രൂപമായിരുന്നു അതിനുള്ളത്. മുനിയറ പണ്ടുള്ള ആൾക്കാർ സ്വർണം അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണെന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലുള്ള ഈ വ്യൂ ആണ്. മുകളിൽ തന്നെ ഒരു വലിയ കുരിശും താഴത്തേക്കുള്ള ആ വ്യൂ ആണ് അതിൽ ഏറ്റവും ഭംഗിയുള്ളത്. ഒരു ഫ്രഷ് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്തു. പിന്നത്തെ ലക്ഷ്യം സ്ട്രോബെറി കാണാനായിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സ്ട്രോബെറി കാണാനല്ലോ. ബട്ട് സ്ട്രോബെറി ഉണ്ടായിരുന്നില്ല. സീസൺ ആയിരുന്നില്ല പോലും. അവിടെ കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കിടക്കുകയായിരുന്നു. സ്ട്രോബെറി ഫാം എനിക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെയുള്ള സ്ട്രോബെറി ചെടിയും പുല്ലുകളും മാത്രം കിട്ടി തിരിച്ചു പോന്നു. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ക്യാരറ്റ് ഫാമും ഉണ്ട്. കിട്ടിയോ? Not the right day to come. ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരിക. അതെ, ഇതെല്ലാം സ്ട്രോബെറി പ്ലാന്റ്സ് ആണ് നിൽക്കുന്നതെല്ലാം.
നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വാങ്ങിച്ചു. ഈ അവിടുത്തെ ക്യാരറ്റിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു ആപ്പിൾ ഫാമിലോട്ട് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആപ്പിൾ ചെടികൾ നിൽക്കുന്നത് കാണുന്നത്. എനിക്ക് അതിനേക്കാളെല്ലാം ഇഷ്ടമായത് അവിടെയുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. ഒക്കെ ഭയങ്കര ബിഗ് ബിഗ് സൈസുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ ഫ്രൂട്ട്സും, പിയർ, കിവി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. പോകുന്നതിന് മുന്നേ ഈ ടീ എസ്റ്റേറ്റിൽ കൂടെ ഓടാണ്ട പിന്നെന്താ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം. ബൈ.